ഭാഗമായിട്ട് ഒരു പുളിയിഞ്ചിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊരു സ്പെഷ്യൽ പുളിയിഞ്ചിയാണ്, മാങ്ങ പുളിയിഞ്ചി. നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മാങ്ങ, ഇഞ്ചി, പച്ചമുളക്, ശർക്കര, ഇതൊക്കെയാണ് കേട്ടോ നമുക്കിതിലേക്ക് വേണ്ടത്. അതിനായിട്ട് നമ്മൾ മാങ്ങ, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഇപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് കടുകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്കിനി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് വറ്റൽമുളകും അതിൻ്റെ ഒപ്പം നമ്മുടെ കറിവേപ്പില കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ ഇഞ്ചിയാണ്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചി ഉണ്ടല്ലോ, ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ, കാരണം നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊപ്പം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ച മണമൊന്ന് മാറിക്കിട്ടണം. അതുവരെ നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മതി. അതൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മാങ്ങയാണ് കേട്ടോ. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മാങ്ങ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്നത് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ നന്നായിട്ട് വേവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ ആ പച്ച ഒന്നിത് മാറി കിട്ടിയാൽ മതി. നല്ല വഴണ്ടി വരേണ്ട ആവശ്യമില്ല. ഇനി ഈ ടൈമിൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഉപ്പ് നമ്മൾ ചേർക്കുന്നത് ആ മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതൊന്ന് നമ്മുടെ മാങ്ങ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പുളിവെള്ളമാണ്. നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് ഇനി ചേർക്കേണ്ടത് ശർക്കരയാണ്. ശർക്കര ഞാനിവിടെ പൊടിക്കാതെയാണ് കേട്ടോ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ചിട്ട് ചേർക്കാം. ഈ മാങ്ങയുടെ ഇതൊന്ന് ശരിയായി വരുമ്പോഴേക്കും ആ ശർക്കര അതിലേക്ക് പിടിച്ചോളും. നന്നായിട്ട് അത് ഉരുകി വരും. അപ്പോൾ നിങ്ങളതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതും രണ്ടും കൂടിയിട്ട് മിക്സായി വരുമ്പോഴേക്കും നമ്മുടെ പുളിയിഞ്ചിയുടെ പരിഭാവവും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ പുളിയിഞ്ചിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഒപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.